എന്തുകൊണ്ട് കാസർഗോഡ് ജില്ല മാത്രം സർവ്വതലത്തിലും പിന്നോക്കം നിൽക്കുന്നു? പറയാതെ വയ്യ. ഈ മണ്ണിലെ പ്രതികരിക്കാൻ കഴിയാത്ത പൊതുസമൂഹം തന്നെയാണ് ഈ അവസ്ഥയുടെ കാരണക്കാർ. ഇവിടെ എല്ലാവരും എല്ലാ കാര്യത്തിലും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശീലിച്ചു കഴിഞ്ഞു. എന്ത് പോരായ്മയുണ്ടെങ്കിലും എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും വിധേയത്വത്തിന്റെ പേരിലും സമയക്കുറവിന്റെ പേരിലും ഭയത്തിന്റെ പേരിലും പ്രതികരിക്കാതെ മാറി നിന്ന ഓരോ കാസർഗോഡുകാരനുമാണ് ഈ നാശത്തിന്റെ കാരണക്കാർ. വികസന മുരടിപ്പും ശുചിത്വമില്ലായ്മയും ആരോഗ്യരംഗത്തെ ശേഷിക്കുറവും ശരാശരി ഓരോ കാസർഗോഡുകാരനെയും കവലകളിലെയും നവമാധ്യമങ്ങളിലെയും ചർച്ചയിലെ രോഷപ്രകടനം കൊണ്ട് മാത്രം പ്രതിഷേധം അറിയിച്ച് സമാധാനം കൊള്ളുന്നു. പേരിന് പോലും പൊതുസമൂഹത്തോട് കൂറുകാട്ടാത്ത ഭരണകർത്താക്കൾ വാചക കസർത്തു മാത്രം നടത്തി മേനി കാട്ടി നടക്കുകയല്ലാതെ മറ്റെന്താണ് ഈ മണ്ണിനു വേണ്ടി ചെയ്തത്? വർഷങ്ങളോളമായി ഇടഞ്ഞു നടക്കുന്ന മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാത്ത ഈ മണ്ണിന്റെ പ്രതിനിധികൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണ്. പാവപ്പെട്ട പൊതുസമൂഹത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ പുല്ലുവിലയാണ് നൽകപ്പെടുന്നത്. ആവശ്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട പൊതുസമൂഹം പ്രതികരിക്കാൻ തയ്യാറാവാത്ത കാലത്തോളം ഈ പിന്നോക്കാവസ്ഥ തുടരുക തന്നെ ചെയ്യും. പിറന്ന ഭൂമിയിൽ സംരക്ഷിക്കേണ്ട കരങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ വിനാശകാരികൾ ഈ മണ്ണിൽ താരപരിവേഷത്തോടെ തിളങ്ങി നിൽക്കുന്നു. നാളെയുടെ വാഗ്ദാനങ്ങൾക്കു വേണ്ടി ഈ മണ്ണിനെ സംരക്ഷിക്കാൻ നമുക്കാവണം. വിമിഷ വിനോദ്, public Kerala.in.